അമ്മച്ചി ചച്ചു ഏ ചച്ചുവിനൊരു പേടിയില്ല. ഞാൻ തൊട്ടൊക്കെ നോക്കിട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നോക്കണ്ട് വെറുതെ. ചിരിച്ചോടി ചിങ്ങടൊക്കെ അനങ്ങരുത്. അണ്ണാനല്ലേ രസമല്ലേ, ക്യൂട്ടായിട്ടിരിക്കുന്നു. അച്ചോ പേടിച്ചണ്ട പേടിച്ചണ്ട. പോവാ തീർന്നു ഇരിക്കൂലെന്ന് തോന്നണട്ടാ. ഓ ഞാൻ നോക്കട്ടെ. ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. വാ വാ വാ. അമ്മേ അത് തിന്ന് തീരട്ടെ അമ്മച്ചി. ഞാൻ വിചാരിച്ച അമ്മച്ചിക്കൊക്കെ പേടിയായിരിക്കും എന്നാട്ടാ. അമ്മച്ചിക്ക് പേടിയൊന്നുമില്ല. കടിക്കാൻ മാന്തൊന്നുമില്ലാന്ന്. അവിടെ നിന്നൊരു വ്യൂ എടുക്കോ മൊത്തത്തിലുള്ളത്. ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ എല്ലാവരും, അതായത് എന്റെ ഫാമിലി ചേന്റെ ഫാമിലിയും കൂടി ഒരു യാത്ര പോവാണ് കേട്ടോ. അംബാസഡർ എടുത്തതിന് ശേഷമുള്ള ആദ്യ ഫാമിലി യാത്രയാണ്. എന്നത്തെയും പോലെ തന്നെ ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു ട്രിപ്പ് ആയതുകൊണ്ട് ഉച്ചയ്ക്ക് 12:30 കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ചാവക്കാട്ടേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇപ്പൊ സമയം ഏകദേശം 2:30 ആയിട്ടുണ്ട്. എല്ലാവരും നല്ലതായിട്ട് വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചാവക്കാടുള്ള സമക് ഹെറിറ്റേജ് റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ലേറ്റ് ആയതുകൊണ്ട് തന്നെ മീൽസ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ കഴിക്കുന്നത്. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ചാവക്കാടുള്ള ഫാം വില്ലയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ അതാ 2 ഫാമിലിയും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അതാ ഉള്ളിൽ കുറെ പെറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതാ കയറി വരുമ്പോ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. 8 അപ്പൊ ഇതാ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് 150 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പൊ നമ്മൾ 7 പേരാണ് വരുന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഫാം വില്ലയിലോട്ട് കിടക്കാം കേട്ടോ. അതിന് നമ്മൾ ഒട്ടകത്തിനാണ് ഫുഡ് കൊടുക്കാൻ പോണ കേട്ടോ. ചച്ചു അമ്മച്ചിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അമ്മച്ചിക്ക് വേണ്ട. ഒട്ടകത്തിന്റെ കുഞ്ഞാണല്ലേ, അത് തിന്ന് തീരട്ടെ അമ്മച്ചി. കൊടുക്കടില്ലോ, അത് തിന്ന് തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാൻ പോട്ടെ. കഴിച്ചോട്ടാ, നല്ല വെച്ചാണേ. അയ്യോ ഇച്ചങ്ങ വാങ്ങിക്കൊടുക്കണല്ലേ. അമ്മച്ചിക്ക് പേടി. ഇത് ഇച്ചാന്റെ ഊഴം. ഇനി കുതിര. ഇനി കുതിരക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ. നല്ല വൈറ്റ് കളർ, നല്ല ഭംഗിയുള്ള കുതിര അല്ലേ. ചച്ചു സൂക്ഷിച്ചേ. തിന്നടാ. ഞാൻ വേണ്ട, എനിക്ക് വേണക്കാന്ന്. ഒച്ച ഉണ്ടാക്കി നോക്കി കുതിരയുടെ. അത് തന്നെ. വേണ്ടാന്ന്, കുതിരക്ക് ഫുഡ് വേണ്ട. കുഞ്ഞിന് കൊടുത്തു നോക്കാം. എടാ തൊട്ടാക്കടിക്കൂന്ന്. മോളിൽ കൂടെ പയ്യെ കൊടുത്താ മതി. എടാ അതിന്റെ ഇടയിൽ ഒരു വടിയുണ്ട് വെച്ചു. ഡിലുവിന് പേടിയൊന്നുമില്ലട്ടാ. ഡിലു വേഗം കൊടുക്കാണ്. ആരെങ്കിലും ഒന്ന് കൊടുക്കുവോ? കുസൃതി. ഡേ തിന്നണ്ട. തനിക്ക് ആദ്യമേ തന്നല്ലേ, തനിക്ക് അങ്ങോട്ട് തിന്നാ പോരെ. എടി പേടി.
ഞാൻ വിചാരിച്ച അമ്മച്ചിക്കൊക്കെ പേടിയായിരിക്കും കേട്ടാ. അമ്മച്ചിക്ക് പേടിയൊന്നുമില്ല. കടിക്കരുത് പ്ലീസ്. കുറേശ്ശേ കഴിക്കണുള്ളൂ. അച്ചു കൊടുത്തോ? എടാ ഇതിലേടാ. ഓക്കെ ഓക്കെ ഉണ്ട്. മുരട്ടനുണ്ട്. കുത്തുവോ? അയ്യോ ഡേഞ്ചറാണോ? കെട്ടിട്ടേക്ക്. ഇവിടെ 2 താറാവുകള് കാണുന്നുണ്ട് കേട്ടാ. അപ്പച്ചൻ പറയണത് ആഫ്രിക്കൻ താറാവാന്നാ. സത്യം എന്താണെന്ന് നമുക്കറിയില്ല. ഫുള്ളിങ്ങനെ ഓപ്പൺ ഏരിയാന്ന് തോന്നുന്നു. ബ്ലാക്ക് സ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാന്നാ പറഞ്ഞത്. ഒരു പെയറിന് തന്നെ 3-4 ലക്ഷം രൂപ വിലയുണ്ട്. എന്താ പറയില്ല കേട്ടാ. ഇനി ഇങ്ങോട്ട് വരുമ്പോ അതെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു കഫറ്റീരിയ പോലെ ഉണ്ട്. ഇവിടെ ഒരു ഇഗ്വാനയുടെ സ്പേസ് ആണ്. മേടിക്കണമെന്നൊക്കെ ഉണ്ട്. ഓരോരുത്തരെ കഴിയിട്ടിച്ചാ. ആണോ? തിരിഞ്ഞു നിന്നോ അപ്പച്ചാ? ഇങ്ങനെ പിടിച്ചു. ഇങ്ങനെ ഇങ്ങനെ ചേർന്ന് നിക്കണം എന്നൊക്കെ ഉണ്ട്. ഞാൻ തൊട്ടൊക്കെ നോക്കിട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നോക്കണ്ട് വെറുതെ. വെക്കണോ? മിസ്രായി വെക്കാൻ. അമ്മോ ധൈര്യമതി. അമ്മച്ചിക്ക് ഇത്രയും ധൈര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. കൈ ഇങ്ങനെ പിടിച്ചോ? ഇല്ല ഇല്ല, ഇങ്ങനെ പിടിച്ചോ. ഇങ്ങനെ. എന്താ ധൈര്യം അമ്മച്ചിക്ക്. അപ്പുറത്തൊരു കിളി. അമ്മച്ചി വെച്ച സ്ഥിതിക്ക് എനിക്കൊന്ന് വെച്ചാ കൊള്ളാന്നുണ്ട്. എനിക്ക് വെക്കാം. കിളീനെ ദൈവനെ ഒന്ന് വെച്ചു കൊടുക്കോ സൈഡില്. ഞാൻ വെക്കാൻ പോണ്ട. കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ, ഒരു കുഴപ്പമില്ല. അമ്മച്ചി ഇത് വെച്ചോ. അമ്മച്ചി ഡിലൂന് വെച്ചോ. ഡിലു വെച്ചോ. ഇത് പോരെ. പേടിക്കൊന്നും വേണ്ട. അത് പയ്യെ അങ്ങനെ ഇരുന്നോളും. വെച്ച് വെച്ച് വെച്ച്. ഇങ്ങോട്ട് നോക്കി ഡിലു. ചിരിച്ചോടി. ഡിലുന് പേടിയൊന്നുമില്ല. അമ്മച്ചി വെച്ചോ. അമ്മച്ചിക്ക് പേടി. നോക്കട്ടെ. ഡിലു ഇച്ചാൻ വെക്കണം. ആറ്റു നോറ്റിച്ചാനും എടുക്കാൻ പോയതാ. ഇവിടെ ഒരാൾക്ക് ഇഗ്വാനാനെ എടുക്കണോന്ന്. ചച്ചിൻ കൂടെ നോക്കി. ഞങ്ങള് നേരെ തല പിടിച്ചോടാ. നേരെ തല പിടിച്ചോ ചച്ചു. ഇങ്ങനെ തല ഇങ്ങനെ വെച്ചേക്കാണ് ചച്ചു പേടിച്ചിട്ട്. പേടിക്കൊന്നും വേണ്ട, അതൊന്നും ചെയ്യില്ല. അങ്ങനെയുണ്ട്.
നീ അടുത്തത് ആടിന്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടാ. ഇവിടെ ഒരെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് ഇതാ ഇപ്പുറത്തത് ഒരു ഏമു. കൊത്തരുത് കൊത്തരുത്. അയ്യോ തലയും കിടന്ന് നീട്ടുണ്ട്. കൊത്തരുത്. ഇതെന്താ ഫുഡ് കൊടുക്കാന്നാവോ? രണ്ടെണ്ണം ഉണ്ട്. ചേതേ അപ്പുറത്ത് കൊണ്ടുവരണം. ഒത്തോന്നറിയില്ല. ചച്ചു ആടിന്റെ അടുത്ത് വാങ്ങിക്ക്. ബാക്ക് അടിച്ചൊരു കാലിൽ അടി വരും. അതാ പറഞ്ഞ കൊറേ വെറൈറ്റി. ഈ ആടിന്റെ പ്രത്യേകത അതെ വാലില്ല. ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ 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 നടന്നു ആട്. ഇതേ വേറെ വെറൈറ്റീസ് ആടുകൾ ഇവിടെ ഉണ്ട് കേട്ടാ. തിന്നാൻ വേണ്ടി കൊത്തൂട്ടാ. ഇതേ വേറൊരാട്. ദേ അത് നോക്കിയേ അവിടെ. അത് ചെമ്മരിയാട്. അതിനൊന്നും പിടിക്കാൻ പറ്റില്ല. ഈ ആടിന്റെ കൊമ്പ് നോക്കി പിരിഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അത് ചെമ്മരിയാടാന്ന് തോന്നുന്നു. നല്ല രോമം. അയ്യോ പേടിച്ചു ഞാൻ. സ്ട്രെയിറ്റ് ചെയ്തിട്ടേക്കണ പോലെ മുടിയൊക്കെ. ദേ അടുത്തത്. ദേ ഇവിടെ ഒരെണ്ണം. ദേ പശുവാ. ദേ അവിടെ വേറൊരെണ്ണം. ദേ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഡിസ്റ്റർബ് ചെയ്യില്ലേ ചച്ചു? ദേ ഇത് വേറെ. ഇത് താറാവുകളുടെ വെറൈറ്റികളാന്ന് തോന്നുന്നു. ഹായ് തൊപ്പി താറാവ്. ഇത് തൊപ്പിയുള്ള താറാവ് ചച്ചു. തൊപ്പിയുള്ള താറാവ്. 3-4 വെറൈറ്റീസേ ഉള്ളൂ ഇതിനകത്ത്. 2 കുഞ്ഞുങ്ങളാന്ന് തോന്നല്ലേ ഇത്. ഇത് 2 കുഞ്ഞുങ്ങള്. അപ്പൊ ഈ ഒരു ഏരിയയില് താറാവിന്റെ കുറച്ച് വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ. എല്ലാം ഓപ്പൺ സ്പേസിലാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അടുത്തത് മുയലുകളുടെ കുറച്ച് വെറൈറ്റിയാണ്. അണ്ണാനോ? ഇത് മുയലല്ലേ? ഇത് ഗിനിപ്പന്നി. മുയല് മുയല്. ഇത് ഗിനിപ്പന്നി. ഇത് മുയല്. മുയലിന്റെ കുറച്ച് വെറൈറ്റീസ്. ഇപ്പുറത്ത് പേർഷ്യൻ ക്യാറ്റ് അല്ലേ? അതും മുയൽ തന്നെയാണോ? എല്ലാത്തിന്റെ ഇതൊക്കെ കാണുമ്പോഴേ മുയലാന്ന്. മുയല്. ഓക്കെ ഓക്കെ. ദേ ഇവിടെ ഉണ്ട് ഒരു മുയല്. മുള്ളമ്പന്നി അല്ല ചച്ചു, അത് മുയലാണ്. മുയലല്ലേ? ദേ അറ്റത്തൊരെണ്ണം. എടുക്കണോ? നോക്കി നോക്കി. ഓ ചിരിക്കടാ. ഹായ്. ഗിനിക്കോഴിയാണോ? നല്ല കളർഫുൾ കോഴി. നല്ല ഭംഗിയുണ്ടല്ലേ? സിൽക്കി ചിക്കൻ. സിൽക്കി കോഴി. സിൽക്കി ചിക്കൻ. സിൽക്കി ചിക്കനാന്ന്. സിൽക്കി ചിക്കൻ്റെ സിൽക്കി ചിക്കൻ കൊള്ളാട്ടോ. ലവ് ബേർഡ്സ് ആണ്. മറ്റേ എക്സോട്ടിക് ഷോർട്ട്. ഇവിടെ ക്യാറ്റിന്റെ വെറൈറ്റീസ് ആട്ടോ. ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ. ഇച്ചായ കയ്യിലെടുക്കണോന്ന്. ഇതിനെ ചച്ചുവിന് കയ്യിലെടുക്കണോ? പിടിച്ചോ. കയ്യിലെടുത്തോ പച്ച. എടുക്കണ്ടെങ്കിൽ കടിക്കാൻ മാന്തൊന്നുമില്ലാന്ന്. എനിക്ക് പൂച്ചനെ അങ്ങനെ എടുക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തെ. അതിന് ഒരു മയത്തിലെടുക്കണ ചച്ചു. കയ്യിൽ ചേച്ചി ഒന്ന് കയ്യിൽ കൊടുക്കാവോ? അല്ലെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇറുക്കി പിടിക്കില്ലേട്ടാ, അത് ചാടും.
അതിനിരിക്കാൻ കംഫർട്ടബിൾ ആയിട്ടില്ല പൂച്ചയ്ക്ക്, അതാണ്. അയ്യോടാ അത് ഇങ്ങനെ കിടക്കാണ് ചച്ചുന്റെ കയ്യില്. ആ അതാ പറഞ്ഞത്, ഇതിങ്ങനെ നിക്കണത് അവൻ പൂച്ചനെടുത്തുണ്ട്. ആ മതി. ഈ ക്യാറ്റ് ഉണ്ടല്ലോ ഗിന്നസ് റെക്കോർഡിലൊക്കെ പേര് വന്ന മോസ്റ്റ് അഗ്ലിയസ്റ്റ് ക്യാറ്റ് എന്നുള്ള ഇതില് ഗിന്നസ് വേൾഡ് റെക്കോർഡിലൊക്കെ ഉള്ള ക്യാറ്റാണ്. ഇന്ത്യയിൽ ആകെ 3 എണ്ണുള്ളൂ കേട്ടോ, ഇതിലൊരെണ്ണാണ് ഇത്. വേൾഡ് ഗിന്നസ് റെക്കോർഡിലൊക്കെ പേര് വന്നിട്ടുള്ളതാണ്. മോസ്റ്റ് അഗ്ലിയസ്റ്റ് ക്യാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ് ഗിന്നസ് റെക്കോർഡിൽ പേര് വന്നേക്കുന്നത്. ആ ഇതിങ്ങനെയാണോ രോമൊന്നും ഇല്ലാണ്ട് അല്ലേ? ഈജിപ്തിൽ ഇത് അവരുടെ ദൈവത്തെ പോലെ കാണുന്ന ക്യാറ്റെന്നാ പറഞ്ഞത്. എന്താല്ലേ പിരമിഡിന്റെ മീതെ ഇതിന്റെ മുഖച്ചായ അല്ലെ, മുഖച്ചായ ഇങ്ങനെ ഉണ്ടാവും. മുഖത്തിന്റെ രൂപമുള്ളതുകൊണ്ട് പിരമിഡിന്റെ എന്താണ് മുൻവശത്ത്. അടിക്കോ? നല്ല ഇണക്കമുള്ള പൂച്ചയാന്ന് പറഞ്ഞേ. ഓക്കെ വേണ്ട, വേഗം അടച്ചേക്കാം. മെയിനിക്കോൺ എന്ന് പറഞ്ഞ എന്നാ പറഞ്ഞത്. ഇന്ന് ഭയങ്കര സൈസുള്ള ഒരു ക്യാറ്റാണ് അല്ലെ. 7 വയസ്സ് വരെ വളരും. സൈസ് ഭയങ്കരമായിട്ട് കൂടിയ പൂച്ചയാണ്. ഇതുകൊണ്ട് ദേ അറ്റത്തൊരെണ്ണമുണ്ട്, സൈസ് കൂടുതലുള്ള പൂച്ചയാണ്. ഇനിയും വളരും അല്ലെ, ഇനിയും സൈസ് വെക്കുന്ന പറയുന്നത്. ചച്ചു 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 ഇല്ലേക്ക് കേറ്റിക്കോ കേറ്റിക്കോ കേറ്റിക്കോ. മീശയൊക്കെ ഭയങ്കര നീളം മീശയല്ലേ. ഇതായി നോക്കിയേ, കുരങ്ങാണോ അത്? എന്താ അതിന്റെ പേര്? റെഡ് ഹാൻഡ് ടാംറൈൻ. റെഡ് ഹാൻഡ് ടാംറൈൻ സൗത്ത് ആഫ്രിക്കയിലെ സംഭവമാണ്. ആ കുരങ്ങൻ തന്നെയെന്ന് തോന്നുന്നു. സൗത്ത് അമേരിക്ക. ഓക്കെ ഓക്കെ, സൗത്ത് അമേരിക്ക കുരങ്ങ് തന്നെയാണ് അല്ലേ. പക്ഷെ ഇത്തിരിക്കോട് എന്ത് സ്പീഡാല്ലേ അതെ. വെള്ളം കുടിക്കുന്നത് ഇതിൽ കൂടെ വലിക്കുമായിരിക്കും അല്ലെ. സൗത്ത് അമേരിക്കയിലുള്ള ഒരു ഐറ്റം ആണത്. കുരങ്ങന്റെ വേറെ വെർഷനാന്ന് തോന്നുന്നു അല്ലെ. എന്തൊരു സ്പീഡാല്ലേ. ഭയങ്കര ചെറുതായതുകൊണ്ടായിരിക്കും സ്പീഡ്. ഇനിയുള്ളത് ആ പ്രാവുകളുടെ കുറച്ച് പ്രാവുകൾ ഈ കൂട്ടിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഡേഞ്ചർ വൺ കാണിച്ചു തരാം. ഉടുമ്പാണത്. ഡിസ്റ്റർബ് ചെയ്യലടാ അതിനെ, അത് ഉറങ്ങട്ടടാ. നല്ല ഉറക്കണം, ഉറങ്ങിക്കോട്ടാ. തേള് എംപറർ സ്കോർപ്പിയൻ വെസ്റ്റ് അമേരിക്ക അല്ലേ. അതിന്റെ തലയെ തൊടാൻ അമ്മിച്ച് വെയിറ്റിംഗ് കണ്ടപ്പോ നോക്കിയേ പെട്ടെന്ന് തന്നെ ഒരു പേടില്ലാണ്ട് അമ്മിച്ച് അതിന്റെ കൂടെ പോയി പോട്ടറ്. ഞാൻ നോക്കട്ടെ. ദീർഘവിശ്വാസമൊക്കെ ഇടുന്നുണ്ട്. എന്താ പേര്? ഉടുമ്പ്. ആ ഉടുമ്പിന്റെ കറി. അപ്പസ് എടുക്കണ്ട, വിഷമില്ലാത്തതാണ്. ബോൾ പൈത്തൻ, അത് മുള്ളമ്പന്ന്. അമ്മച്ചി ചച്ചു ചച്ചുനൊരു പേടിയില്ല. സൂപ്പർ. ചച്ചു നെഞ്ചടിക്കണ്ട. അച്ചോ ധൈര്യവാനേ. കൈ പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടാ വീട്ടിൽ നിന്ന് പോകുന്നേ. അപ്പൊ കുഴപ്പമില്ല. മതി മതി മതിയാ. ആ മതി. തൊട്ടോക്കിക്കോ വേണമെങ്കിൽ, തൊട്ടോക്കിക്കോ വേണമെങ്കിൽ. പേടിച്ചു വെച്ച് അമ്മച്ചിക്ക് എടുക്കണോ? എടുക്കണമെങ്കിൽ എടുത്തോ. ഒരാളെടുത്ത് കാണുമ്പോഴാണ് പേടിയൊക്കെ മാറുക.
ജയ് ചിരിച്ചിങ്ങടൊക്കെ എന്താല്ലേ അമ്മച്ചിക്ക് പണ്ടാറ് ധൈര്യമാണ്. അമ്മച്ചിക്ക് ഭയങ്കര ധൈര്യം. ഡിലു വെക്കണോ? വേണ്ട ഡിലു വേണ്ട. അനങ്ങരുത് അനങ്ങരുത്. അയ്യോ എവിടെ ആളെന്ത്? ആ എടുത്തെടുത്തു. എന്റെ അമ്മേ ഇതിനകത്തൊരു പാമ്പ് കിടത്തുണ്ട് കേട്ടോ, ബോൾ പൈപ്പൻ. ഇതിന് താഴെ ചെറിയ മുള്ളംപന്നി കുഞ്ഞുങ്ങള്, അതൊക്കെ തന്നെ ആയിരിക്കും. ഇവിടെ ഒരു ബോൾ പൈപ്പൻ ഉണ്ട്. ഇതെന്താണ്? ഉടുമ്പാന്ന് തോന്നുന്നു. ഇത് കുഞ്ഞണ്ണാനാന്ന് ോട്ടെ. നീഞ്ഞ് പാമ്പ്. ഓ കുഞ്ഞലി, ക്യൂട്ടെലി. ദേന്റെ മൂലയിലിരിക്കുന്ന കുഞ്ഞലി. നോക്കട്ടെ. ഓ എലി കുഞ്ഞോട് തണുത്തുറച്ചിടക്കാണ്. ഓ ഇങ്ങനെ വിറയ്ക്കുന്നു. ഒരു പാമ്പ് കുഴപ്പമില്ല. ഇതിന്റെ ഓന്ത് വെറൈറ്റീസ്. ഇത് കീരിയാന്ന് തോന്നണം. കീരി അണ്ണാനല്ലേ? രസമല്ലേ? ക്യൂട്ടായിട്ടിരിക്കുന്നു. കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വെക്കാന്ന് തോന്നും. പാവം അത് പേടിച്ചിരിക്കാണ്. ആ വെച്ചോടാ. അതൊന്ന് കയ്യിലൊന്ന് വെച്ചു കൊടുക്കാവോ? ഓ ചച്ചു തിരിച്ചിക്കടാ. വിറക്കണല്ലേ? പാവം പേടിച്ചിട്ടായി. ഇന്തോനേഷ്യയിലുള്ള അണ്ണാനാന്നാ പറഞ്ഞത്. നോക്കട്ടെ കഴുത്ത് പൊക്കടോ കാലൊന്ന്. അച്ചോ പേടിച്ചണ്ട. പാവം വിറക്കണ്. ഭയങ്കര വിറവല്. അങ്ങനെ അയ്യോ എടുത്തോ. നിന്റെ ഇവിടെ വെച്ചെടുക്കും. തലയിൽ വെച്ചേരാ നിന്റെ. തിരിഞ്ഞ് പോവാ. കൊടുക്ക്. പർപ്പിൾ സ്റ്റാർലിംഗ്, ഒറിജിൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. പക്ഷെ ഇന്ന് വെൽവെറ്റ് പോലെ ഇരിക്കണല്ലേ? ഡബിൾ ഷെയ്ഡ് അല്ല, 3-4 കളറുകളുണ്ട്. മൈനയുടെ ഒക്കെ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞിട്ട്. ഒരു കോഴി, അതെന്താന്ന് മനസ്സിലായില്ല. എന്താണ് ഒന്നുകൂടി ഉണ്ടാക്കിയ സൗണ്ട്? താറാവാണോ എന്താണെന്ന് പിടുത്തം കിട്ടണില്ല. ആ താറാവാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ബേഗിനി കോഴി. കൾക്കം അല്ലേ? ചുമപ്പ് കളർ കാണുമ്പോ സൗണ്ട് ഉണ്ടാക്കി. ചുമപ്പ് കളർ കാണുമ്പോ ഭയങ്കര കാണുമ്പോഴാണ് അതിന് കൂടുതൽ. മറ്റേ വേറെ ലവ് ബേർഡ്സിന്റെ ചേരാനല്ലൂര് എക്സോട്ടിക് ബേർഡ്സ് പാർക്കിൽ പോയപ്പോ ഇത്തരത്തിലുള്ള ബേർഡ്സിനെ നമ്മൾ കണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അവിടെ നമുക്ക് ഫുള്ള് നമ്മുടെ ചുറ്റും ഇങ്ങനെ ബേർഡ്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കും. നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ആ ബേർഡ്സിന്റെ വീഡിയോ കാണാത്തവരുണ്ട്, നമ്മള് ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാട്ടോ. ഒന്ന് കാണുന്നേ. ഓ തല്ലൂടാണ്. കുഞ്ഞി കോഴിയാണോ? അത് കിളിയാണ്. പ്രാവും ഉണ്ട്, കോഴിയുണ്ട്. ഇത് കിളി, ഇത് കോഴി, കുഞ്ഞിക്കോഴി. ഇത് ഒരു കിളി, പ്രാവ്. ഇതേ ഒരു പ്രാവും കുഞ്ഞ്, 2 പ്രാവിന്റെ കുഞ്ഞ് 2.
ദേ ഇഗ്വാനകൾ എന്തോരോ നോക്കിയേ. ഇച്ചാണ് എന്തോരം ഇഗ്വാന നോക്കിയേ. ഇഗ്വാന നമ്മൾ അന്നേരം വന്നപ്പോ കയ്യില് പിടിച്ചില്ലേ. ആ ദേ ഒരെണ്ണം, ദേ ഏറ്റവും വലുത് മുകളിലും താഴേക്ക് ഉണ്ട്. ആ അത് ഓരോ ദിവസം ഓരോ നിങ്ങളെ ഇര കൊടുത്തിട്ടേക്കും. ഇര കൊടുക്കണ ദിവസം ഐറ്റങ്ങളെ നമ്മളെ കയ്യിൽ തരില്ല പാമ്പിന്. കോഴികളുടെ വെറൈറ്റീസ് ആണ്. കോഴി ഇത് നല്ല രസമുണ്ടല്ല. ആ നല്ല ഭംഗിയുള്ള കോഴി. ഇന്നെന്ന് വെച്ചാൽ അപ്പാവ് കൗക്ര. പൂവൻകോഴി, പെടക്കോഴി മുട്ടയിട്ട് വെച്ചിട്ടുണ്ടല്ല. ദേ വേറൊരു കോഴി. ഞാനിതേ കോഴി പൂവൻകോഴി വലിയ കോഴിയാണല്ലോ പെടക്കോഴി. മാർമോസേറ്റ് മങ്കി ഒറിജിൻ അമേരിക്ക. കുഞ്ഞിക്കുരങ്ങൻ, കുഞ്ഞിക്കുരങ്ങ അല്ലേ. എന്ത് രസല്ലേ. ശല്യപ്പെടുത്തിയിടോ. വേണ്ട 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 ഡോണ്ടു. ഫിഞ്ചസ് ആണിത്, ഫിഞ്ചസ്. അമ്മച്ചിരന്നെ ടൗല് ഫിഞ്ചസ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫിഞ്ചസ്. അത് വാല് കൂടുതലുള്ള ഐറ്റം ആയിരിക്കും. കുറവുള്ളതുകൊണ്ട് കൂടുതലുള്ളതുകൊണ്ട്. ഇതൊരു കറുത്ത കളറിലുള്ള അണ്ണാൻ. ഈ കളർ ആദ്യമായിട്ടല്ലേ കാണണേ. ഒരെണ്ണേ ഉള്ളൂ അല്ലേ. പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ടല്ലോ. ഓ ലവ് ബേർഡ് തന്നെയാണ്. അയ്യോ ഇതിന്റെ പേരെന്ന് വെച്ചാ പേര് ഓർമ്മല്ല. അല്ല മക്കാവോ, മക്കാവോ, മക്കാവോ. പേടിച്ചിട്ടായിരിക്കും മക്കാവ് ഇറങ്ങാൻ. മക്കാവിനെ കൈ തരേണ്ടതാണ്. മക്കാവോ നമ്മള് അന്ന് എക്സോട്ടിക് ബേർഡ്സിൽ പോയപ്പോഴേ, എക്സോട്ടിക് ബേർഡ്സ് പാർക്കിൽ പോയപ്പോ ഇതിനെയൊക്കെ നമ്മുടെ ഇവിടെ സൈഡില് വെച്ച് തന്നു. ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. വേറൊരു അണ്ണൻ സ്പൈഡർമാനെ പോലെ നിക്കണ നോക്കിയായിരുന്ന. അണ്ണാനല്ലേ ഇത്, വേറെ വെറൈറ്റി അണ്ണാൻ. കേരളേ നിങ്ങ വരട്ടെ. ദിസ് ഇസ് മൈ എന്റർടൈൻമെന്റ്. ഇത് നമ്മളന്ന് എക്സോട്ടിക് ബേർഡ്സ് കണ്ടില്ലേ, അത് തന്നെ ബേർഡ്സ് പാർക്കിൽ കണ്ട പോലത്തെ സ്റ്റോറി. ആ മക്കാവോന്ന്, മക്കാവൻ. ആണോ? ഓക്കെ ഓക്കെ. തുറക്കല്ലേ ചേവാങ്ങല്ലേ. ചേച്ചി കുറച്ചെടുക്കുന്നേ. ഒരാൾക്കും കൂടി, ഒരാൾക്കും കൂടി ചേച്ചി, ഒരാളും കൂടി. നിക്ക് നിക്ക്, ഇതെല്ലാവരും കൊടുക്കണ്ടേ ചേച്ചു. കേറി കേറി കേറി, നമ്മുടെ ടീമൊക്കെ കേറി. ഡോർ തുറക്കല്ലേ, തുറക്കല്ലേ. കേറിക്ക് കേറി. എല്ലാവരും കേറ്. നിക്ക്, തുറക്കല്ലേ തുറക്കല്ലേ, അവിടെ അടച്ചിട്ട് അപ്പച്ചൻ തരിക. ആ ഓക്കെ ഓക്കെ. ആ അയ്യോ താഴെയുണ്ട്.
വാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, വാ ഇങ്ങോട്ട്. പിടിക്കണ്ട പിടിക്കണ്ട ചേച്ചി. വാ. നീ ഒന്ന് സമാധാനിക്ക്, തിരക്കുടിക്കില്ലേ. കേറിക്കോ കേറിക്കോ. ആ കേറി, സമാധാനായി. വാങ്ങട് വാങ്ങട്. ആ രണ്ടെണ്ണം വന്നതാ. വാടോ താൻ, ഇങ്ങട് വാ. ഞാൻ എടുക്കട്ടെ ഒരെണ്ണത്തിന്. വാ വാ വാ. അങ്ങനെ വന്നു വന്നു വന്നു. കൈ ഇങ്ങനെ കാണിച്ചു നിന്നാ മതി, വന്നോളൂ. ഇങ്ങനെ കാണിച്ചു നിന്നോ, വന്നോളൂ. ജയിച്ച രണ്ടെണ്ണം വന്നു. അമ്മച്ചി വാടി വാടി എന്ന് വിളിക്കണ. ദടിയിലുണ്ട് രണ്ടെണ്ണം. എടാ അങ്ങനെ എടുക്കല്ലേ ചച്ചു. ദടിയിലുണ്ട് രണ്ടെണ്ണം ചേ. തീർന്നു ഇരിക്കൂലെന്ന് തോന്നുന്നു കേട്ടോ. കരിക്കോ. ആ അവനാക്രാന്തം. ആ തൊണ്ട് കളഞ്ഞതിനെ. കഴിച്ചോട്ടെ, കഴിച്ചോ കഴിച്ചോ. രണ്ടെണ്ണം കേറി. റേഡിയിലുണ്ടല്ലോ മൂന്നെണ്ണോ. ദേ അവിടെ കേറി. കൊണ്ടുവാ കൊണ്ടുവാ, ഫോണും കൊണ്ടുവാ. ചാനലിൽ രണ്ടെണ്ണം. പോയി പോയി. ഇതാണ് പുറത്ത്. ഇയാളിവിടെ സ്ഥിരായി തോന്നുന്നു. കൈയടിക്കണ്ടിലൂന്റെ ഇവിടെ തന്റെ കൈ കാണിക്കത്താൻ. കൈ കാണിക്കും. ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. അയ്യോ ഒട്ടക പക്ഷി. ഇത് വലുതാല്ലേ. ജയിച്ചായത് നോക്കിയേ, ഇതിന്റെ സൈസ് കണ്ടോ. അമ്മേ ഡിലു നീങ്ങിന്നോ. ഹായ് ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. വെറുതെ പറ്റിച്ചു. ദേഷ്യം പിടിപ്പിക്കല്ലേ. തലയുയർത്തി നിന്നാൽ എന്റെ സാറേ. പക്ഷി ഒട്ടകപ്പക്ഷി. ചച്ചു വേണ്ട വേണ്ട. ഹൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ. എണയാന്ന് തോന്നണല്ലേ ഇതിന്റെ. മെക്കാവോ. ഇവിടെ മഞ്ഞുള്ള സാധനം. ദേശു ആപ്പിളടാ കഴിക്കണേ. ആപ്പിളും മറ്റേ ചെറിയ സോയല്ലേ അത്. വേണ്ട വേണ്ട, അത് ആപ്പിൾ കഴിച്ചോട്ടെ. കടിച്ചു വെച്ച്
ദേ കോക്ടെയിലാ, കോക്ടെയില് ഇതാണോ കോക്ടെയില്? ആ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. കോക്ടെയിലാ മറ്റേ സാധനം എന്നാടാ ഓന്തല്ല പല്ലിയുടെ ഓസിയ ഓസ്കാർ ആ സാധനം. മരപ്പട്ടിയല്ലല്ലോ. തൃശ്ശൂരിനാണെന്ന് വന്നേക്കണേ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഫോട്ടോ എടാ തൊടാൻ പാടില്ല, കടിക്കും. അമ്മേ കടിക്കൂന്ന്. ഹൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ. അമ്മേ ഇല്ല ഇതിനെ ഞങ്ങൾ ഇവിടെ എടുത്തതാണെന്ന്. പിന്നെ ഇപ്പൊ വരും ഇങ്ങനെ സൈഡ് തിരിഞ്ഞോ. അമ്മേ അയ്യോ. ആ മരമാണേ, മരം പോലെ അതിന് ചെയ്യാൻ പറഞ്ഞേ. അമ്മേ പാടെ കാലുവക്കണ്ട നിന്റെ റോട്ടേല കൈമ ചാടിക്കേറാനാന്നോണ്. കടിക്കാൻ വേണ്ടിട്ടാണ് കേറണെന്ന് വേണ്ട. അമ്മേ എന്താ സൗണ്ട് അല്ലേ? ചച്ചു നീങ്ങിക്കോ. ചാവക്കാടാണ് കേട്ടോ ഈ സ്ഥലത്ത് ഫാം വില്ല ഉള്ളത്. ചാവക്കാട് ഫാം വില്ലാന്ന് ഗൂഗിൾ ചെയ്താൽ മതി, നമുക്ക് ഈ ഇത് കിട്ടും. 150 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. നല്ല അടിപൊളി പ്ലേസ് ആണ്. ഞാൻ സ്നേക്കിനെയൊക്കെ കയ്യിലെടുക്കുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഞാൻ കയ്യിലെടുത്ത് എനിക്കൊരു പേടിയൊന്നും ഉണ്ടായില്ല. ഇതാ അമ്മയ്ക്കായാലും നല്ല അമ്മച്ചിയൊന്നും പേടിക്കാണ്ട് തന്നെ കയ്യിലെടുത്തു. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഗൈസ് നമ്മുടെ ഫാം വില്ലയിലെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടത്. കാഴ്ചകള് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അത് കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. ബൈ.